ടൈം ആൻഡ് വർക്കിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുക. കാരണം ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കുറെ ബേസിക് കാര്യങ്ങൾ, കൺസെപ്റ്റുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് പഠിക്കാനുള്ളതെന്ന്. ചോദ്യം ഇതാണ്, ടൈപ്പ് 3യുടെ എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും സി അതേ ജോലി 60 ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ മൂന്ന് പേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം അല്ലെ? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 days, ബി ഇൻ 30 days, സി ഇൻ 60 days. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക് ഇഫ് ദേ ആർ വർക്കിംഗ് ടുഗദർ അല്ലെ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അതായത് എയ്ക്ക് ജോലി തീർക്കാൻ വേണ്ടത് 20 ദിവസമാണ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബിക്ക് അതേ ജോലി തീർക്കാൻ വേണ്ടത് 30 ദിവസമാണെന്നും തന്നിട്ടുണ്ട്. ഇനി സി എന്നയാൾക്ക് ഇതേ ജോലി തീർക്കാൻ 60 ദിവസം എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം കഥയിൽ 3 കഥാപാത്രങ്ങളുണ്ട്. ഒരാൾ എ, ഒരാൾ ബി, ഒരാൾ സി. എക്ക് തന്നെ മുഴുവൻ ജോലി തീർക്കാൻ 20, ബിക്ക് തന്നെ മുഴുവൻ ജോലി തീർക്കാൻ 30, സിക്ക് തന്നെ മുഴുവൻ ജോലി തീർക്കാൻ 60 ദിവസം വേണം. ഇവരെല്ലാവരും ഒരുമിച്ച് ചെയ്താൽ ജോലി തീരാൻ എത്ര ദിവസം വേണം എന്നാണ്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ച് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം കാണാൻ എക്സ് ഇൻറ്റു വൈ ബൈ എക്സ് പ്ലസ് വൈ ആണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ പഠിച്ചു. ഒരു ഇക്വേഷനും പഠിച്ചു, അതിന്റെ ലോജിക്കും പറഞ്ഞു തന്നു. ഇവിടെയും ഇക്വേഷൻ ഉണ്ട് പഠിക്കാൻ, പക്ഷെ കുറച്ച് വലിയ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മള് കൺസെപ്റ്റ് വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇക്വേഷൻ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, നമുക്ക് നമ്മുടെ LCM മെത്തേഡ് അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാം. ആദ്യം ഈ 3 സംഖ്യകളുടെ LCM കാണണം. ഈ 3 സംഖ്യകളുടെ LCM 20ന്റെയും 30ന്റെയും 60ന്റെ LCM 60 ആണ്. അപ്പൊ ആകെ ജോലി, ടോട്ടൽ വർക്ക്, ആകെ ജോലി നമുക്ക് 60 എന്ന് കിട്ടി. ഇനി ഓരോരുത്തരെ എഫിഷ്യൻസി കാണണം. 60/20 ആണ് എയുടെ എഫിഷ്യൻസി, 60/30 ആണ് ബിയുടെ എഫിഷ്യൻസി, 60/60 ആണ് സിയുടെ എഫിഷ്യൻസി. എയുടെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞ അർത്ഥം എ ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കും എന്നാണ്. ബിയുടെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞ അർത്ഥം ബി ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കും എന്നാണ്. സിയുടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞ അർത്ഥം സി ഒരു ദിവസം കൊണ്ട് 1 ജോലി തീർക്കും എന്നാണ്. അപ്പം എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. അതിന്റെ അർത്ഥം 3 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീരും എന്നാണ്. 3 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീരുമെങ്കിൽ ആകെയുള്ള 60 ജോലി അവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം 60/6 = 10 ദിവസം എന്ന് ആൻസർ കിട്ടും. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? നല്ല ക്ലിയർ ആയിട്ട് നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. എഫിഷ്യൻസിയുടെ അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ? എയുടെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കും. ബിയുടെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കും. സിയുടെ എഫിഷ്യൻസി 1 എന്ന് പറഞ്ഞാൽ സി ഒരു ദിവസം കൊണ്ട് 1 ജോലി തീർക്കും. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി 6. അതിന്റെ അർത്ഥം 3 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീരും. അപ്പൊ ആകെയുള്ള 60 ജോലി ഇവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം 60/6 10 ദിവസം എന്നാണ് കിട്ടുന്നത് കേട്ടോ. ചെയ്തത് ക്ലിയർ അല്ലേ? അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ 10 ദിവസം എന്നാണ് വരുന്നത്. മുന്നോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ചോദ്യം, എ ഒരു ജോലി 6 ദിവസം കൊണ്ടും ബി അതേ ജോലി 4 ദിവസം കൊണ്ടും സി അതേ ജോലി 12 ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ എയും ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ വേണ്ട സമയം എ 6 ദിവസം, ബി 4 ദിവസം, സി 12 ദിവസം എങ്കിൽ എയും ബിയും സിയും ചേർന്ന് ജോലി തീർക്കാൻ വേണ്ട സമയം. മക്കളെ, ഈ 3 സംഖ്യകളുടെ LCM എടുക്കണം. എന്തിന്റെ LCM എടുക്കണ്ടേ? മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ മാത്രം. എക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം 6, ബിക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം 4, സിക്ക് മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം 12. ഇതിന്റെയാണ് LCM എടുക്കേണ്ടത്.
അപ്പൊ ആകെ ജോലി ഇതിന്റെ മൂന്നിന്റെ LCM 12 ആകെ ജോലി നമുക്ക് 12 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ആകെ ജോലി. ഇനി ഇതിൽ ഓരോ ആൾക്കാരുടെ എഫിഷ്യൻസി കാണണം. 12/6 എയുടെ എഫിഷ്യൻസി, 12/4 ബിയുടെ എഫിഷ്യൻസി, 12/12 സിയുടെ എഫിഷ്യൻസി. അപ്പം എനിക്ക് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കിട്ടി. 3 പേരുടെയും കൂടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 6 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം 3 പേരും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 6 ജോലി തീരും. അപ്പൊ ആകെയുള്ള 12 ജോലി ഇവർക്ക് ഒരുമിച്ച് തീർക്കാൻ വേണ്ട സമയം 12/6 2 ദിവസമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 2 ദിവസം എന്ന് കിട്ടും. മുന്നോട്ട് പോവാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: എ, ബി, സി എന്നിവർക്ക് ഒരുമിച്ച് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, എക്ക് മാത്രം 30 ദിവസവും ബിക്ക് മാത്രം 24 ദിവസവും വേണം. എങ്കിൽ ഈ ജോലി ചെയ്തു തീർക്കാൻ സിക്ക് മാത്രം എത്ര ദിവസം വേണ്ടി വരും? അപ്പൊ എ, ബി, സി എന്നിവർക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയും. എ മാത്രം 30 ദിവസം, ബി മാത്രം 24 ദിവസം. എങ്കിൽ ഈ ജോലി ചെയ്തു തീർക്കാൻ സിക്ക് മാത്രം എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദ്യമേ. മക്കളെ, ചെയ്യേണ്ട മാർഗം ശ്രദ്ധിച്ചോ. എങ്ങനെയാണ്? 3 പേര്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഈ 3 പേർക്കും കൂടെ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? ജോലി 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും ആണ്. എക്ക് മാത്രം എത്ര ദിവസം വേണം ജോലി തീർക്കാൻ? 30 ദിവസം വേണം എക്ക് മാത്രം ജോലി തീർക്കാൻ. ഓക്കെ, ബിക്ക് മാത്രം ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ബിക്ക് മാത്രം ജോലി തീർക്കാൻ 24 ദിവസം വേണം. ബിക്ക് മാത്രം ജോലി തീർക്കാൻ 24 ദിവസം വേണം. എങ്കിൽ സിക്ക് തനിയെ ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പൊ എയും ബിയും സിയും കൂടെ 10, എക്ക് തന്നെ 30, ബിക്ക് തന്നെ 24, സിക്ക് തന്നെ എത്ര ദിവസം? ആദ്യം തന്നിരിക്കുന്ന സംഖ്യകളുടെ എല്ലാം LCM കാണണം. മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ എക്കും ബിക്കും സിക്കും മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയം 10, എക്ക് തന്നെ 30, ബിക്ക് തന്നെ 24. ഈ മൂന്നിന്റെയും കൂടെ LCM കാണും. ആണോ? അതാണ് ഇവിടുത്തെ ആകെ ജോലി. ഇതിന്റെ മൂന്നിന്റെയും കൂടെ LCM നമുക്ക് 120 എന്ന് കിട്ടും. 120. അപ്പൊ ആകെ ഇവിടെ 120 ജോലി ഉണ്ടെന്ന് അർത്ഥം. അടുത്തത് ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ശരിയാണോ? അടുത്തത് ഇവരുടെ എഫിഷ്യൻസി കാണണം. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി കാണാൻ 120നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 12. എയുടെ എഫിഷ്യൻസി കാണാൻ 120നെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 4. ബിയുടെ എഫിഷ്യൻസി കാണാൻ 120നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 5. കണ്ടോ? അപ്പം എങ്ങനെയാണ് ഇതിൽ നിന്ന് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണേ? സിയുടെ എഫിഷ്യൻസി കിട്ടാൻ എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസി ആയ 12ൽ നിന്ന് എയുടെയും ബിയുടെയും എഫിഷ്യൻസി ആയ 9 കുറച്ചാ പോരെ? ബാക്കിയുള്ളതല്ലേ സിയുടെ എഫിഷ്യൻസി. അപ്പൊ സിയുടെ എഫിഷ്യൻസി 3 വരും. എയുടെയും ബിയുടെയും സിയുടെയും എഫിഷ്യൻസിയിൽ നിന്ന് എയുടെയും ബിയുടെയും എഫിഷ്യൻസി കുറയ്ക്കുന്നതാണ് ആരുടെ? സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ സിയുടെ എഫിഷ്യൻസി 3 കിട്ടും. എന്താണ് സിയുടെ എഫിഷ്യൻസി 3 പറഞ്ഞ അർത്ഥം? സി ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കുന്ന ആളാണെന്നാണ് അർത്ഥം. ആണോ? ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കുമെങ്കിൽ സിക്ക് തനിയെ ആകെയുള്ള 120 ജോലി തീർക്കാൻ വേണ്ട സമയം 120/3 നമുക്ക് 40 ദിവസം എന്ന് ആൻസർ കിട്ടും. ആൻസർ 40 ദിവസമാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. സിയുടെ എഫിഷ്യൻസി കിട്ടിയില്ലേ? സി ഒരു ദിവസം 3 ജോലി തീർക്കാൻ കഴിവുള്ള ആളാ. അവിടെ ആകെ 120 ജോലിയുണ്ട്. ഒരു ദിവസം 3 ജോലി തീർക്കുമെങ്കിൽ 120 ജോലി തീർക്കാൻ വേണ്ട സമയം 120/3 40 ദിവസം എന്ന് വരും. കേട്ടോ? ക്ലിയർ ആണല്ലോ? മുന്നോട്ട് പോവാം. അടുത്ത ഒരു ചോദ്യം കൂടെ ഉണ്ട് ഈ ടൈപ്പില്. ചോദ്യം: PQR ഇവർ ഒരുമിച്ച് ഒരു ജോലി 5 ദിവസം കൊണ്ട് തീർക്കും. PQ എന്നിവർ ഇതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ R ഒറ്റയ്ക്ക് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. പിയും നമ്മുടെ ക്യൂവും നമ്മുടെ ആറും ചേർന്ന് ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 5 ദിവസം കൊണ്ട് ജോലി തീർക്കും. ആണോ? എന്നാൽ പിയും ക്യൂവും തന്നെ ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും?
6 ദിവസം കൊണ്ട് തീർക്കും, പിയും ക്യൂവും തന്നെ. യെസ്, 6 ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് സംഖ്യകളുടെ LCM കണ്ടുപിടിക്കണം, അതാണ് ആകെ ജോലി. അപ്പം 5ന്റെ 6ന്റെ LCM 30 ഇതാണ് ആകെ ജോലി. പിക്കും ക്യൂവിനും 6നും മുഴുവൻ ജോലി തീർക്കാൻ 5 ദിവസം വേണം, പിക്കും ക്യൂവിനും മുഴുവൻ ജോലി തീർക്കാൻ 6 ദിവസം വേണം. ഈ രണ്ട് സംഖ്യകളുടെ LCM ആണ് ആകെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആകെ ജോലി 30. ഇനി പിയുടെയും ക്യൂവിന്റെ 6ന്റെയും കൂടെ എഫിഷ്യൻസി കാണാൻ 30നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 6, പിയുടെയും ക്യൂവിന്റെ എഫിഷ്യൻസി കാണാൻ 30നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം 5 അല്ലേ മക്കളെ? എങ്ങനെയാണ് 6ന്റെ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കണേ? 6ന്റെ എഫിഷ്യൻസി കാണാൻ പിയുടെയും ക്യൂവിന്റെ 6ന്റെ എഫിഷ്യൻസി ആയ 6ൽ നിന്ന് പിയുടെയും ക്യൂവിന്റെ എഫിഷ്യൻസി ആയ 5 കുറച്ചാൽ ബാക്കിയുള്ള 1 ആയിരിക്കും 6ന്റെ എഫിഷ്യൻസി. 6ന്റെ എഫിഷ്യൻസി 1 ആണെന്ന് പറഞ്ഞ അർത്ഥം 6 ഒരു ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ കഴിവുള്ള ആളാണ്. ഒരു ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ കഴിവുള്ള 6ന് 30 ജോലി തീർക്കാൻ വേണ്ട സമയം 30/1, അതായത് 30 ദിവസമാണ്. 30 ദിവസമാണ്. ഓപ്ഷൻ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചെയ്തത് പക്കയാണല്ലോ. ഓക്കെ. അപ്പൊ നമ്മുടെ 3ാമത്തെ ടൈപ്പ് കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്തത് പഠിക്കുന്നത് 4ാമത്തെ ടൈപ്പാണ്. 4ാമത്തെ ടൈപ്പ് ചോദ്യം ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ചോദ്യത്തിന് നിങ്ങൾ ആദ്യം തന്നെ ഒരു സ്റ്റാർ കൊടുത്തേരെ. കാരണം ഇത് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിനൊന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ അതിനൊരു സ്റ്റാർ കൊടുത്തേരെ. ഓക്കെ, 4ാമത്തെ ടൈപ്പ് ചോദ്യം വായിക്കാം. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് 3 ആളുകൾ കൂടി വരുന്നു എങ്കിൽ ജോലി തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണം? അപ്പൊ 3 ആളുകൾ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? 6 ദിവസം കൊണ്ട് ജോലി തീർക്കും അല്ലെ? 3 men can complete a work in 6 days. 3 ആളുകൾക്ക് 6 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ കഴിയും. 2 days after they start working, 3 more men join. How many days will they now take to complete the remaining work? ബാക്കിയുള്ള ജോലി തീർക്കാൻ വേണ്ട സമയം. അതായത് മക്കളെ, 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പം അവരെ സഹായിക്കാൻ 3 പേരും കൂടെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇനിയുള്ള ജോലി തീരാൻ എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഈ കണക്ക് 2 രീതിയിൽ ചെയ്യാം. രണ്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് രണ്ടും ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടു മക്കളെ. ആദ്യത്തെ മെത്തേഡ് 1, ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. 3 ആളുകൾ അല്ലെ? 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടോ? 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പം 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്ന് ചോദ്യത്തിലുണ്ട്. ശരിയല്ലേ മക്കളെ? 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് ചോദ്യത്തിലുണ്ട്. അപ്പൊ നമുക്കേ ആകെ ജോലി എന്ന് പറയുന്നത് 3 × 6 ഈക്വൽ ടു 18 ജോലി എന്നെടുക്കാം. കാരണം ചോദ്യത്തിൽ തന്നെയുണ്ട് 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നു. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ 3 × 6 18 ജോലിയാണ് ആകെയുള്ളത്. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ 3 × 6 18 ജോലിയാണ് ആകെയുള്ളത്. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ 3 × 6 18 ജോലിയാണ് ആകെയുള്ളത്. ഓക്കെ, ഇനി 3 ആളുകൾ 2 ദിവസം ജോലി ചെയ്തപ്പോഴാണ് 3 പേര് സഹായിക്കാൻ വന്നത്. അപ്പം 3 ആളുകൾ 2 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി കണ്ടുപിടിക്കാം. 3 ആളുകൾ 2 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എത്രയാ മക്കളെ? അത്
മൂന്നാളുകൾ 2 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി, മൂന്നാളുകൾ 2 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ 3 × 2 അത് 6 ജോലിയാണ് മൂന്നാളുകൾ 2 ദിവസം കൊണ്ട് തീർക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാലൻസ് ജോലി എത്രയാണെന്ന് അറിയാലോ. ബാലൻസ് ജോലി കാണാൻ ആകെ അവിടെ 18 ജോലിയുണ്ട്. 6 ജോലി തീർന്നാൽ ബാലൻസ് ജോലി 12 ജോലി ബാലൻസ് ഉണ്ട്. ആണോ? ഈ 12 ജോലി ബാലൻസ് ഉണ്ട്. ഇനി ഈ ബാലൻസ് ഉള്ള 12 ജോലി തീർക്കാൻ ആദ്യമുള്ള 3 പേരും ഇപ്പോൾ വന്ന 3 പേരും ഉണ്ട്. ആണോ? അപ്പൊ 12 ജോലി തീർക്കാൻ അല്ലെ, 12 ജോലി തീർക്കാൻ 6 പേർക്ക് വേണ്ട സമയം, 6 പേർക്ക് വേണ്ടി വരുന്ന സമയം അല്ലേ? എത്രയാ മക്കളെ? 12 ജോലി തീർക്കാൻ 6 പേർക്ക് വേണ്ടി വരുന്ന സമയം 12/6, 2 ദിവസം. അപ്പൊ ബാക്കി ജോലി തീരാൻ എത്ര ദിവസം എടുക്കും? 2 ദിവസം. ഇതാണ് ഇതിന്റെ ആൻസർ. ഇങ്ങനെ ഫുള്ള് വഴി എഴുതി ഒന്നും ചെയ്യണ്ട, ഞാൻ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾക്ക് എഴുതി വെക്കണ്ടേ. അതിനുവേണ്ടി ഇത് വൃത്തിയായിട്ടൊന്ന് എഴുതി തന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഷൂ എന്ന് പറഞ്ഞ് വേഗം ചെയ്യാം അല്ലേ. ഒന്നുകൂടെ പറയാം. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ആളുകൾ 6 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 3 × 6 18 ജോലി എന്നെടുക്കാം. അപ്പൊ ആകെ 18 ജോലിയുണ്ട്. 3 ആളുകൾ 2 ദിവസം ജോലി ചെയ്തപ്പോഴാണ് സഹായിക്കാൻ ആളുകൾ വന്നത്. അപ്പൊ 3 ആളുകൾ 2 ദിവസം കൊണ്ട് തീർത്ത ജോലി 3 × 2 6 ജോലി. അങ്ങനെയെങ്കിൽ ബാലൻസ് എത്രയാണെന്ന് നോക്കണം. 18 ജോലിയിൽ നിന്ന് 6 ജോലി കുറച്ചാൽ ബാലൻസ് അവിടെ 12 ജോലിയുണ്ട്. ഈ 12 ജോലി തീർക്കാൻ ആദ്യമുള്ള 3 പേരും ഇപ്പൊ വന്ന 3 പേരും ആകെ 6 പേരുണ്ട് ഈ 12 ജോലി തീർക്കാൻ. 12 ജോലി തീർക്കാൻ 6 പേർക്ക് വേണ്ട സമയം 12/6, 2 ദിവസം എന്ന് കിട്ടും. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഇനി ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഇത്രയും സ്റ്റെപ്പ് ഒന്നും എഴുതി ചെയ്യേണ്ട ആവശ്യമില്ല. പരീക്ഷയ്ക്ക് വരുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലെ. ആകെ ജോലി 3 × 6 18 അല്ലെ. ഇനി 3 ആളുകൾ 2 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6. ബാലൻസ് ജോലി എന്ന് പറഞ്ഞാൽ 18 - 6 12. 12 ജോലി തീർക്കാൻ 6 പേർക്ക് വേണ്ട സമയം 12/6, 2 ദിവസം. കണ്ടോ? എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങ് എഴുതാൽ മതി. നോട്ട്ബുക്കിൽ എഴുതി വെക്കുമ്പോൾ അതിന് സ്റ്റെപ്പ് ആവശ്യമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ശ്രദ്ധിച്ച് കേട്ടോണം, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നോണേ. രണ്ടാമത്തെ മെത്തേഡ് മക്കളെ, 3 ആളുകൾ 6 ദിവസം കൊണ്ടല്ലേ ജോലി തീർക്കുന്നത്. 3 ആളുകൾ 6 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത് ആണല്ലോ. 3 ആളുകൾ 6 ദിവസം കൊണ്ടാണ് ജോലി തീർക്കുന്നത്. നമുക്കറിയാം 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കും. 3 ആളുകൾ 6 ദിവസം കൊണ്ട് ജോലി തീർക്കും. 2 ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് അല്ലേ 3 ആളുകൾ സഹായിക്കാൻ വന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം 3 ആളുകൾക്ക് 6 ദിവസം വേണം. ഈ 3 ആളുകൾ 2 ദിവസം ജോലി ചെയ്തു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി 3 ആളുകൾക്ക് 4 ദിവസത്തേക്കുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. ഞാൻ ഈ എഴുതിയേക്കെന്ന് മനസ്സിലായോ മക്കളെ? 3 ആളുകൾ 6 ദിവസം കൊണ്ടല്ലേ ജോലി തീർക്കുന്നേ. 3 ആളുകൾ 2 ദിവസം ജോലി ചെയ്തെങ്കിൽ 3 ആളുകൾക്ക് 4 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. ഒന്നുകൂടെ പറയട്ടെ, 3 ആളുകൾക്ക് ആകെ 6 ദിവസം വേണം ജോലി തീർക്കാൻ. 3 ആളുകൾ 2 ദിവസം ജോലി ചെയ്തെങ്കിൽ 3 ആളുകൾക്ക് ഇനി 4 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഇനി 3 ആളുകൾക്ക് 4 ദിവസത്തേക്കുള്ള ജോലി ബാക്കിയുണ്ട്. ഇത് തീർക്കാൻ ഇപ്പം 6 ആളുകളുണ്ട്. ഇപ്പം 3 ആളുകൾ 4 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് നോക്കിയാൽ നമ്മുടെ ഉത്തരവായി അല്ലേ. ഇതെങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞേ? ടൈപ്പ് 1, 3 ആളുകൾ 4 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നറിയാൻ നേരെ ഗുണിക്കണം. 3 × 4 ÷ 6, 12/6. ആൻസർ എത്രയാ? 2 ദിവസം. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. ഇത് നല്ല മെത്തേഡാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആകുന്നത് സെക്കൻഡ് മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡിന്റെ ഒരു പോരായ്മ എന്താന്ന് ചോദിച്ചാൽ സംഖ്യകൾ വലുതാകുമ്പോൾ വലുതായി ഗുണിക്കേണ്ട വരും നമുക്ക്.
ചെറിയ സംഖ്യകളാകുമ്പോൾ കുഴപ്പമില്ല. ആകെ ജോലിയെ കണ്ടുപിടിക്കാൻ ഗുണിക്കേണ്ട വരും. ഇവിടെ ആ പ്രശ്നമില്ല, വെട്ടിക്കളഞ്ഞ് ചെയ്യുന്ന ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം വരില്ല. ശരി, ഇത് ചില ആളുകൾക്ക് അത്രയും ദഹിച്ച് കാണില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ മക്കളെ. 3 ആളുകൾക്ക് 6 ദിവസം വേണ്ട ജോലി തീർക്കാൻ വേണം. 3 ആളുകൾ 2 ദിവസം ജോലി ചെയ്തെങ്കിൽ ഈ 3 പേർക്ക് ഇനി ഒരു 4 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയില്ലേ? അപ്പൊ ഇനി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി 3 ആളുകൾക്ക് 4 ദിവസത്തേക്കുള്ള ജോലിയാണ് അവിടെ ബാക്കിയുള്ളത്. ഇത് ചെയ്യാൻ 6 പേര് ഇപ്പോൾ ഉണ്ട്, കാരണം 3 കൂടെ വന്നു. അപ്പൊ 3 ആളുകൾ 4 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കിയ ഉത്തരവായി. ആൻസർ 2 ദിവസം. 1-2 ക്വസ്റ്റ്യൻസ് ഈ മോഡൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പക്ക ക്ലിയർ ആകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. 10 ആളുകൾക്ക് 12 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ കഴിയും. ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് 2 ആളുകൾ കൂടി വരുന്നു എങ്കിൽ ജോലി തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണ്ടി വരും? ഇതാണ് നമ്മുടെ ചോദ്യം. 10 men can complete a work in 12 days. 6 days after they started working, 2 more men join them. How many days will they now take to complete the remaining work? അല്ലെ, ശ്രദ്ധിച്ചു കേട്ടോ. 10 ആളുകൾക്ക് 12 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ആദ്യം ചെയ്യുന്നത്. 10 ആളുകൾക്ക് 12 ദിവസം കൊണ്ട് ജോലി തീർക്കാൻ പറ്റുമെങ്കിൽ 10 × 12 ആണ് ആകെ ജോലി അല്ലെ. 10 ആളുകൾ 12 ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ ആകെ ജോലി 10 × 12 120. 10 ആളുകൾ 6 ദിവസം ജോലി ചെയ്തപ്പോഴാ ബാക്കിയുള്ളവർ വന്നേ അല്ലെ. അപ്പൊ 10 ആളുകൾ 6 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 10 × 6 60 ജോലി. അങ്ങനെയെങ്കിൽ ബാലൻസ് എത്ര ജോലിയുണ്ട്? 120-ൽ നിന്ന് 60 കുറയ്ക്കുന്നതാണ് ബാലൻസ് ജോലി. ബാലൻസ് അവിടെ 60 ജോലിയുണ്ട്. ഈ 60 ജോലി തീർക്കാൻ ആദ്യമുള്ള 10 പേരും ഇപ്പൊ ജോയിൻ ചെയ്ത 2 പേരും ചേർത്ത് 12 പേരുണ്ട്. 60 ജോലി തീർക്കാൻ 12 പേർക്ക് വേണ്ട സമയം 60/12 = 5 ദിവസം. 5 ദിവസം 5 ദിവസം. യെസ്, ആൻസർ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 5 ദിവസം എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. അപ്പൊ നമ്മൾ ആ വഴികളൊന്നും എഴുതിയില്ല, നോട്ട്ബുക്കിൽ എഴുതി വെക്കുമ്പോൾ അതുപോലെ ചേർത്ത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. 10 ആളുകൾ 12 ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ആകെ ജോലി 10 × 12 120. 10 ആളുകൾ 6 ദിവസം ജോലി ചെയ്തെങ്കിൽ 10 × 6 60 ജോലി തീർന്നു കാണും. ബാലൻസ് ജോലി 60. ഇത് തീർക്കാൻ 12 പേരുണ്ട്. 60 ജോലി തീർക്കാൻ 12 പേർക്ക് വേണ്ട സമയം 60/12 5 ദിവസം. ഇത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് കേട്ടോ. സെക്കൻഡ് മെത്തേഡ് 10 ആളുകൾ 12 ദിവസം കൊണ്ട് ജോലി തീർക്കും എന്നല്ലേ. ഓക്കെ, 10 പേര് 6 ദിവസം ജോലി ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്നുള്ളതാണ് മെയിൻ അല്ലെ. ഇനി ഈ 10 ആളുകൾക്ക് 6 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. കാരണം 10 ആളുകൾക്ക് ആകെ 12 ദിവസം വേണം. 10 ആളുകൾ 6 ദിവസം ജോലി ചെയ്താൽ 10 ആളുകൾക്ക് 6 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. അപ്പൊ 10 ആളുകൾക്ക് 6 ദിവസം ജോലി ചെയ്താൽ 10 ആളുകൾക്ക് 6 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. ഇത് തീർക്കാൻ ഇപ്പം 2 പേരും കൂടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. 12 പേരുണ്ട്. 12 പേർക്ക് അത് തീർക്കാൻ വേണ്ട സമയം കണ്ടുപിടിക്കണം. സോ 10 × 6/12 60/12 = 5 ദിവസം എന്ന് കിട്ടും. 5 ദിവസം എന്ന് കിട്ടും. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഒന്നുകൂടെ പറയട്ടെ. 10 ആളുകൾക്ക് 12 ദിവസം വേണം. 10 ആളുകൾ 6 ദിവസം ജോലി ചെയ്താൽ ഇനി 10 ആളുകൾക്ക് 6 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ട്. പക്ഷെ ഈ ജോലി തീർക്കാൻ ഇപ്പം 10 × 2 12 പേരുണ്ട്. അപ്പൊ 10 ആളുകൾക്ക് 6 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 12 പേര് ചേർന്ന് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരും നോക്കാം. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ. 8 ആളുകൾ ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കും. ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞ് 2 ആളുകൾ നിർത്തിപ്പോയെങ്കിൽ ജോലി തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണ്ടി വരും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ 8 ആളുകൾക്ക് ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞ് 2 ആളുകൾ നിർത്തിപ്പോയെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലി തീരാൻ ഇനി എത്ര ദിവസം കൂടി വേണ്ടി വരും എന്ന് കണ്ടുപിടിക്കണം. ആണല്ലോ മക്കളെ. ഓക്കെ,
അപ്പൊ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ചെയ്താൽ 8 ആളുകൾ ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കും എന്നല്ലേ പറഞ്ഞേക്കുന്നത്. 8 ആളുകൾ ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറയുമ്പം ആകെ ജോലി കണ്ടുപിടിക്കണ്ടേ? ആകെ ജോലി എന്ന് പറയുന്നത് 8 ഇൻറ്റു 14 കണ്ടോ. 8 ആളുകൾ ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ആകെ ജോലി 8 ഇൻറ്റു 14 112 കിട്ടും കണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വലിയ സംഖ്യയിൽ വരുമ്പോൾ ഇങ്ങനെ ഗുണിക്കേണ്ടി വരും. അതാണ് ഈ ഫസ്റ്റ് മെത്തേഡിന്റെ ഒരു പോരായ്മ. അപ്പൊ 8 ആളുകൾ ഒരു ജോലി 14 ദിവസം കൊണ്ട് തീർക്കുമെങ്കിൽ ആകെ ജോലി 8 ഇൻറ്റു 14. ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞ് 2 ആളുകൾ നിർത്തിപ്പോയി. അപ്പം 5 ദിവസം 8 പേര് ജോലി ചെയ്തോണ്ടായിരുന്നേ. അപ്പൊ 8 ആളുകൾ 5 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 8×5 40 ജോലിന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ജോലി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ബാലൻസ് ജോലി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ 112 40 കുറയ്ക്കണം. 112 മൈനസ് 40 ഈക്വൽ ടു 72 കിട്ടും. ബാലൻസ് 72 ജോലിയുണ്ട്. ബാലൻസ് ഉള്ള ഈ 72 ജോലി തീർക്കാൻ 8 പേരിൽ നിന്ന് 2 ആളുകൾ നിർത്തിപ്പോയെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബാലൻസ് ഉള്ള 72 ജോലി തീർക്കാൻ 6 ആളുകളെ ഇപ്പൊ ബാക്കിയുള്ളൂ. 72 ജോലി തീർക്കാൻ 6 ആളുകൾക്ക് വേണ്ട സമയം 12 ദിവസം. 76/6 12 ദിവസം എന്ന് കിട്ടും. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നത്, 12 ദിവസം. ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ കാൽക്കുലേഷൻ ഗുണിക്കാതെ ചെയ്യാൻ പറ്റും അല്ലെ. 8 ആളുകൾ 14 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നല്ലേ. ജോലി തുടങ്ങി 5 ദിവസം കഴിഞ്ഞ് 2 ആളുകൾ നിർത്തിപ്പോയി. അപ്പൊ നമുക്കറിയാം 8 ആളുകൾക്ക് 14 ദിവസം വേണം അല്ലെ. ഇവർ 5 ദിവസം ജോലി ചെയ്തു. 5 ദിവസം ജോലി ചെയ്താൽ ഇനി 8 ആളുകൾക്ക് 9 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. 8 ആളുകൾക്ക് 14 ദിവസം വേണം. അവർ 5 ദിവസം ജോലി ചെയ്തു. അപ്പൊ 8 ആളുകൾക്ക് ഇനി 9 ദിവസം ചെയ്യാനുള്ള ജോലി ബാക്കിയുണ്ട്. ആണോ? ഇത് തീർക്കാൻ 8 ആളുകളില്ല, അതിൽ നിന്ന് 2 പേര് പോയി. അപ്പൊ ഇനി അത് ചെയ്യാൻ പോകുന്നത് 6 ആളുകളാ. അപ്പൊ 8 ആളുകൾ 9 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു നോക്കിയാൽ ഉത്തരവായി. സോ 8 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 6 അല്ലേ. സോ എത്ര കിട്ടും മക്കളെ? 12 കിട്ടും. 9 8 72/6 12 ദിവസം കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. നല്ല ക്ലിയർ ആണല്ലോ കാര്യങ്ങള്. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു പട്ടാള ക്യാമ്പിൽ 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് കരുതിയിരിക്കുന്നു. 17 ദിവസങ്ങൾക്ക് ശേഷം ഇവരിൽ നിന്നും 120 പട്ടാളക്കാർ പിരിഞ്ഞു പോയെങ്കിൽ ബാക്കിയുള്ള ഫുഡ് ബാക്കിയുള്ള പട്ടാളക്കാർക്ക് എത്ര ദിവസത്തേക്ക് കൂടെ തികയും? അപ്പൊ ഒരു പട്ടാള ക്യാമ്പിൽ 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡുണ്ട്. 17 ദിവസങ്ങൾക്ക് ശേഷം ഇവരിൽ നിന്നും 120 പട്ടാളക്കാർ പോയി എങ്കിൽ ബാക്കിയുള്ള ഫുഡ് ബാക്കിയുള്ള പട്ടാളക്കാർക്ക് എത്ര ദിവസത്തേക്ക് തികയും? ഫസ്റ്റ് മെത്തേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ വലിയ കുറച്ച് സംഖ്യകളായതുകൊണ്ട് കുറച്ച് ഗുണിക്കേണ്ട ഒരു സാഹചര്യം വരും അല്ലെ. 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ആകെ ഫുഡ് 300 ഇൻറ്റു 20 എന്നല്ലേ വരുന്നേ. ആകെ ഫുഡ് നമുക്ക് 6000 എന്ന് കിട്ടും. ശരി, ഇനി 17 ദിവസങ്ങൾക്ക് ശേഷം ഇവരിൽ നിന്നും 120 പേര് പോയെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഈ 300 പേരും 17 ദിവസം ഫുഡ് കഴിച്ചോണ്ടല്ലേ ഇരുന്നേ. 300 പേര് 17 ദിവസം കൊണ്ട് കഴിക്കുന്ന ഫുഡ് 300 ഇൻറ്റു 17 5100 ഫുഡ് എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ ബാലൻസ് അവിടെ എത്ര ഫുഡ് ഉണ്ടെന്ന് നോക്കാം. ബാലൻസ് അവിടെ 900 ഫുഡ് ഉണ്ട്. ഈ ബാലൻസ് ഫുഡ് കഴിക്കാൻ 300 പേരിൽ നിന്ന് 120 പേര് പോയി. അപ്പൊ ഈ ബാലൻസ് ഫുഡ് കഴിക്കാൻ 180 പേര് ഇനി ബാക്കിയുണ്ട്. അപ്പം 900 ഫുഡ് 180 പേർക്ക് എത്ര ദിവസത്തേക്ക് തികയും എന്നറിയാൻ 900/180 ചെയ്യണം. ശരിയാണോ മക്കളെ? ഇവിടെ ചെയ്യുമ്പം 0 0 പോയി, 90 18 9 വെച്ച് വെട്ടിക്കളയാം, 10/2 എന്ന് വരും. നമ്മുടെ ആൻസർ 5 ദിവസം എന്ന് കിട്ടും. 5 days. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്.
ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു സംഖ്യകൾ വലുതാകുമ്പോൾ ഗുണിക്കേണ്ടയൊക്കെ സാഹചര്യം വരും. അതാണ് ഈ മെത്തേഡിന്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് പറയാനുള്ളത്. ശരി, സെക്കൻഡ് മെത്തേഡിലേക്ക് വരുമ്പം 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡുണ്ട്. 17 ദിവസം അവർ ഫുഡ് കഴിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി എന്നുള്ളത് ഇമ്പോർട്ടൻ്റാ അല്ലെ? ഇനി 300 പട്ടാളക്കാർക്ക് 300 സോൾജിയേഴ്സിന് മക്കളെ 300 പട്ടാളക്കാർക്ക് 3 ദിവസത്തേക്കുള്ള ഫുഡ് ബാക്കിയുണ്ട്. ആണോ? 300 പട്ടാളക്കാർക്ക് 20 ദിവസത്തേക്കുള്ള ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. 300 പട്ടാളക്കാർ 17 ദിവസം ഫുഡ് കഴിച്ചാൽ 300 പട്ടാളക്കാർക്ക് ഇനി 3 ദിവസത്തേക്കുള്ള ഫുഡ് ബാക്കിയുണ്ട്. ക്ലിയർ ആണോ? പക്ഷെ ഇത് കഴിക്കാൻ 300 പട്ടാളക്കാരില്ല, അതിൽ നിന്ന് 120 പേര് പോയി. അപ്പം 180 പട്ടാളക്കാർക്ക് ഈ ഫുഡ്, സോൾജിയേഴ്സിന് ഈ ഫുഡ് എത്ര ദിവസത്തേക്ക് തികയും എന്ന് നോക്കിയാൽ മതി. 300 പട്ടാളക്കാർക്ക് 3 ദിവസത്തേക്കുള്ള ഫുഡ് 180 പട്ടാളക്കാർക്ക് എത്ര ദിവസത്തേക്ക് തികയും? 300 × 3 ഡിവൈഡഡ് ബൈ 180 എന്ന് വരും അല്ലെ? അപ്പൊ ദേ ഇതും വെട്ടിപ്പോയി. 60 300/60 = 5 days, 5 ദിവസം എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. അപ്പൊ ടൈപ്പ് 4 ചോദ്യങ്ങൾ നല്ല സാവകാശം വൃത്തിയായിട്ട് 2 രീതിയിൽ സോൾവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയറായി സെറ്റായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മുന്നോട്ട് പോയാലോ? നെക്സ്റ്റ് ടൈപ്പ് പഠിച്ചാലോ? യെസ്, അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ടൈപ്പ് 5 ചോദ്യങ്ങളാണ്. എന്താണ് ഇതിലുള്ള കാര്യങ്ങൾ നോക്കാം. എ ഒരു ജോലി 9 ദിവസം കൊണ്ടും ബി അതേ ജോലി 6 ദിവസം കൊണ്ടും തീർക്കും. ഓക്കെ, അപ്പൊ എക്ക് ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും, ബിക്ക് അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. എ ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിൽ ബാക്കി ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം എന്നാണ് ചോദ്യം. അപ്പൊ മക്കളെ, എ ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കുന്ന ആളാണ്, പക്ഷേ ബി അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ കഴിവുള്ള ആളുമാണ് അല്ലെ? അപ്പൊ എ 9 ദിവസം എടുത്ത് ചെയ്യുന്ന ജോലി ബി 6 ദിവസം എടുത്ത് ചെയ്യും. ആണോ? എ 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 6 ദിവസം കൊണ്ട് തീർക്കും. എ 9 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, ബി അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. ഇനി ജോലി ചെയ്യാൻ തുടങ്ങിയ ആള് എ 6 ദിവസം ജോലി ചെയ്തിട്ട് എയുടെ വഴിക്ക് പോയി അല്ലേ? അപ്പം ബീനെ വിളിച്ചു വരുത്തി, ബി ഇനിയുള്ള ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം അല്ലെ? ബാക്കിയുള്ള ജോലി തീർക്കാൻ ബിക്ക് എത്ര ദിവസം വേണം? എ ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 9 days. ബി ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 6 days. ഇഫ് എ ആഫ്റ്റർ ഡൂയിങ് 6 days ലീവ്സ് ദ വർക്ക്, ഫൈൻഡ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി വിൽ ഡു ദ റിമൈനിങ് വർക്ക് അല്ലെ? അപ്പൊ ഈ കണക്ക് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡുകൾ ഉണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ തന്നെ LCM അല്ലെങ്കിൽ എഫിഷ്യൻസി മെത്തേഡ്. രണ്ടാമതൊരു മെത്തേഡ് കൂടെ ഉണ്ട്. രണ്ടും ഞാൻ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് ഈ കണക്കുകൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ശ്രദ്ധിച്ചു കേട്ടോ മക്കളെ. ഞാൻ ഒന്ന് എടുത്ത് എഴുതുവാണ്. എ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാണ്? എ 9 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാണ്. ആയിക്കോട്ടെ. അടുത്തയാള് ബി ആണ്. ബി 6 ദിവസം കൊണ്ട് അതേ ജോലി തീർക്കുന്ന ആളും ആണ്. അപ്പൊ എ 9 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും, ബി അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. ആദ്യം ഈ 2 സംഖ്യകളുടെ LCM കാണും. മുഴുവൻ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ LCM. എക്ക് മുഴുവൻ ജോലി തീർക്കാൻ 9, ബിക്ക് മുഴുവൻ ജോലി തീർക്കാൻ 6. ഇതിന്റെ 2 LCM 18 ആണ്. അപ്പൊ ആകെ അവിടെയുള്ള ജോലി 18 ജോലിയാണ്. ടോട്ടൽ വർക്ക് 18. ഇനി ഇവരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. 18/9 2, 18/6 3. അപ്പൊ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 3. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, എയുടെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കും എന്നല്ലേ അർത്ഥം? എയുടെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞാൽ എ ഒരു ദിവസം കൊണ്ട് 2 ജോലി തീർക്കുന്നയാളാണെന്നാണ്. ബിയുടെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ ബി ഒരു ദിവസം കൊണ്ട് 3 ജോലി തീർക്കുന്നയാളാണെന്നാണ്. ഓക്കെ, ശരി. ഇനി ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, എ 6 ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ എന്നയാള് 6 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി നമുക്ക് കണ്ടുപിടിക്കാം. എ എന്നയാള് 6 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി. എ ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാ, കാരണം എയുടെ എഫിഷ്യൻസി 2. അപ്പൊ 6 ദിവസം കൊണ്ട് എ തീർത്ത ജോലി 6 × 2 12 ജോലിയാണ്.
6 ദിവസം കൊണ്ട് എ തീർത്ത ജോലി 12 ജോലി. അങ്ങനെയാണെങ്കിൽ അവിടെ ബാലൻസ് ഇനി 18 മൈനസ് 12, അതായത് 6 ജോലിയുണ്ട് അല്ലേ? ഈ ബാലൻസ് ഉള്ള 6 ജോലി തീർക്കേണ്ടയാള് ബി ആണ്, കാരണം എ പോയി. ബി ഒരു ദിവസം 3 ജോലി തീർക്കാൻ കഴിവുള്ളയാളാ. ഒരു ദിവസം 3 ജോലി തീർക്കാൻ കഴിവുള്ള ബിക്ക് 6 ജോലി തീർക്കാൻ വേണ്ട സമയം 6/3, അതായത് 2 ദിവസം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ 2 ആണ്. ഇതാണ് ഇതിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ LCM മെത്തേഡ്. ഒന്നുകൂടെ പറയട്ടെ. എക്ക് 9 ദിവസം വേണം ജോലി തീർക്കാൻ, ബിക്ക് 6 ദിവസം വേണം ജോലി തീർക്കാൻ. 9ന്റെ 6ന്റെ LCM 18 ആണ് അവിടെയുള്ള ആകെ ജോലി. എയുടെ എഫിഷ്യൻസി 18/9 2, ബിയുടെ 18/6 3. അപ്പൊ എയുടെ എഫിഷ്യൻസി 2 എന്ന് പറഞ്ഞാൽ പെർ ഡേ ഒരു ദിവസം 2 ജോലിയെ തീർക്കും. ബിയുടെ എഫിഷ്യൻസി 3 പറഞ്ഞാൽ പെർ ഡേ ഒരു ദിവസം ബി 3 ജോലി തീർക്കും. അപ്പൊ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 3 കിട്ടി. ഇനി എ എന്നയാള് 6 ദിവസം ജോലി ചെയ്തിട്ടാണ് നിർത്തിപ്പോയത്. എ ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാ. അപ്പൊ 6 ദിവസം കൊണ്ട് തീർത്തത് 6 × 2 12 ജോലിയാണ്. അപ്പൊ 12 ജോലി തീർത്തിട്ടാണ് എ പോയത്. ബാലൻസ് അവിടെ 6 ജോലിയുണ്ട്, കാരണം ആകെ 18. 18 12 കുറച്ചാൽ ബാലൻസ് 6 ജോലിയുണ്ട്. ഈ 6 ജോലിയാണ് പുതുതായിട്ട് വന്ന ബി തീർക്കേണ്ടത്. ബിയുടെ എഫിഷ്യൻസി 3, അപ്പൊ ബി ഒരു ദിവസം 3 ജോലി തീർക്കുന്നയാളാ. അപ്പൊ 6 ജോലി തീർക്കാൻ വേണ്ട സമയം 6/3 2 ദിവസം കിട്ടും. ചെയ്തത് ക്ലിയർ ആണോ മക്കളെ? ചെയ്തത് ക്ലിയർ ആണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോ. സെക്കൻഡ് മെത്തേഡ് കുറച്ചുകൂടെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചു. എയും ബിയും ആണ് ഇതിലെ കഥാപാത്രങ്ങൾ അല്ലെ. എ 9 ദിവസം എടുത്ത് തീർക്കുന്ന ജോലി ബി വെറും 6 ദിവസം കൊണ്ട് തീർക്കുമെന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ മക്കളെ? എ ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ എ 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 6 ദിവസം കൊണ്ട് തീർക്കും. അത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. എ 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 6 ദിവസം കൊണ്ട് തീർക്കും. എ 9 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 6 ദിവസം കൊണ്ട് തീർക്കും. ശരിയല്ലേ? ആണ്. ഇനി എ 9 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാ. എ ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയി. അപ്പൊ അതിന്റെ അർത്ഥം എക്ക് ഒരു 3 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടായിരുന്നു. എക്ക് തന്നെ 9 ദിവസം വേണം. 6 ദിവസം കഴിഞ്ഞ് എ നിർത്തിപ്പോയെങ്കിൽ എക്ക് ഒരു 3 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കി ഉണ്ടായിരുന്നു. ആണോ? ഈ ജോലി ചെയ്ത് തീർക്കാനാണ് ബീനെ വിളിച്ചു വരുത്തിയത്. അപ്പൊ എ 3 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി എത്ര ദിവസം എടുത്ത് തീർക്കുമെന്ന് നോക്കിയാൽ ചോദ്യത്തിന് ഉത്തരവായി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷനാ ചെയ്യണ്ടേ, കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. സോ ഉത്തരം 3 × 6/9 18/9 2 ദിവസം എന്ന് കിട്ടും. ഇതാണ് ഇത്തരം കണക്ക് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ്. ഇത് നല്ല മെത്തേഡാണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോണം നിങ്ങൾ. ഒന്നുകൂടെ പറയട്ടെ, ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ. എയും ബിയും കഥാപാത്രങ്ങൾ. എ ഒരു ജോലി 9 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ എ 9 ദിവസം എടുത്ത് ചെയ്യുന്ന അതേ ജോലി ബി 6 ദിവസം എടുത്ത് ചെയ്യും. അപ്പൊ അത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത ഒരു റിലേഷൻ കിട്ടി. കണ്ടോ? ഇങ്ങനെ ഒരു റിലേഷൻ കിട്ടി. ഇത് വെച്ചാൽ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുന്നത്. എ 9 ദിവസം കൊണ്ട് തീർക്കുന്നത് ബി 6 ദിവസം കൊണ്ട് തീർക്കും. എ 9 ദിവസം കൊണ്ട് തീർക്കുന്നത് ബി 6 ദിവസം കൊണ്ട് തീർക്കും. ശരിയല്ലേ? എ 9 ദിവസം കൊണ്ട് തീർക്കുന്ന അതേ ജോലി ബി 6 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ. ഇനി എ 9 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാ. എ ജോലി തുടങ്ങി 6 ദിവസം കഴിഞ്ഞ് നിർത്തിപ്പോയെങ്കിൽ എക്ക് ഒരു 3 ദിവസവും കൂടെ ചെയ്യാനുള്ള ജോലി ഉണ്ടായിരുന്നു അവിടെ. ആ ജോലി തീർക്കാനാണ് ബി എ വിളിച്ചു വരുത്തിയത്. അപ്പൊ എ 3 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കി ഉത്തരവായി. എ 9 ദിവസം കൊണ്ട് തീർക്കുന്നത് ബി 6 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ എ 3 ദിവസം കൊണ്ട് തീർക്കുന്നത് ബി എത്ര ദിവസം കൊണ്ട് തീർക്കും നോക്കി ഉത്തരവായി. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പഠിച്ചതാണ് അല്ലേ. ആൻസർ 2 കിട്ടും. ശരി, മുന്നോട്ട്. അടുത്ത ചോദ്യം. എ ഒരു ജോലി 45 ദിവസം കൊണ്ടും, എ ഒരു ജോലി 45 ദിവസം കൊണ്ടും, എക്ക് ഒരു ജോലി തീർക്കാൻ 45 ദിവസം വേണം. എ ഒരു ജോലി 45 ദിവസം കൊണ്ടും ബി അതേ ജോലി 30 ദിവസം കൊണ്ടും തീർക്കും. എ ഒരു ജോലി 45 ദിവസം കൊണ്ട് തീർക്കും, ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും.
ബി ജോലി തുടങ്ങി 12 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു. ബാക്കിയുള്ള ജോലി തീർക്കാൻ എയ്ക്ക് എത്ര സമയം വേണം? അല്ലേ മക്കളെ? അപ്പൊ ആകെ ജോലി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഖ്യകളുടെ LCM അല്ലേ? ഈ രണ്ട് സംഖ്യകളുടെ LCM 90 എന്നല്ലേ കിട്ടുന്നേ? അപ്പൊ ആകെ ജോലി നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. സോ ടോട്ടൽ വർക്ക് ആകെ ജോലി 90 എന്ന് വരും. എയുടെ എഫിഷ്യൻസി 90/45 2, ബിയുടെ എഫിഷ്യൻസി 90/30 3. അപ്പൊ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 3 അല്ലേ? ശരി. ഇനി ബി ആണ് ജോലി തുടങ്ങിയത്, 12 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു. ആണോ? അപ്പൊ ബി 12 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി കണ്ടുപിടിക്കാൻ മേലെ? ബി ഒരു ദിവസം 3 ജോലി തീർക്കുന്ന ആളല്ലേ? കാരണം ബിയുടെ എഫിഷ്യൻസി 3 അല്ലേ? ഒരു ദിവസം 3 ജോലി തീർക്കുന്ന ബി, ഒരു ദിവസം 3 ജോലി തീർക്കുന്ന ബി 12 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 12 × 3 36 ജോലിയല്ലേ? 36 ജോലിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ബാലൻസ് ഉള്ളത് എത്രയാ? 90 - 36 = 54 ജോലി അവിടെ ബാലൻസ് ഉണ്ട്. ആണോ? ഈ 54 ജോലി തീർക്കേണ്ട ആൾ ആരാ? ഈ 54 ജോലി തീർക്കേണ്ട ആള് എ ആണ്. കാരണം ബി പോയി. എ ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാ. 54 ജോലി തീർക്കാൻ 54/2 എത്ര ദിവസം വേണ്ടി വരും? 27 ദിവസം വേണ്ടി വരും എന്ന് കിട്ടും. അപ്പം നമ്മുടെ ആൻസർ 27 എന്നാണ് കിട്ടുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 27 days, 27 ദിവസം. ചെയ്തത് നല്ല ക്ലിയർ, പക്ക ആണോ? എന്നൂടെ പറയട്ടെ. എ ഒരു ജോലി 45 ദിവസം കൊണ്ട് തീർക്കും. ബി അതേ ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. ആകെ ജോലി ഇതിന്റെ രണ്ടിന്റെ LCM ആയിട്ടുള്ള 90 ആണ്. ആണല്ലോ? യെസ്. അപ്പൊ എയുടെ എഫിഷ്യൻസി 2, ബിയുടെ എഫിഷ്യൻസി 3 കിട്ടും. ഇനി ബി ആണ് ജോലി തുടങ്ങിയത്, എ അല്ല. ബി ആ തുടങ്ങിയത്. ബി 12 ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയി. അപ്പൊ ബി ഒരു ദിവസം 3 ജോലി തീർക്കുന്നയാളാ. 12 ദിവസം കൊണ്ട് തീർത്ത് 12 × 3 36 ജോലിയാ. അങ്ങനെയെങ്കിൽ 90 - 36 54 ജോലി ബാക്കിയുണ്ട്. ഈ 54 ജോലി തീർക്കേണ്ട ആൾ ആരാ? 54 ജോലി തീർക്കേണ്ട ആള് എയാ. എ ഒരു ദിവസം 2 ജോലി തീർക്കുന്നയാളാ. 54 ജോലി തീർക്കാൻ വേണ്ട സമയം 54/2 27 ദിവസം. ഫസ്റ്റ് മെത്തേഡ് എഫിഷ്യൻസി മെത്തേഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. സെക്കൻഡ് മെത്തേഡിലേക്ക് പോവാണെങ്കിൽ കുറച്ചുകൂടെ വേഗത്തിൽ ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോ. കഥയിൽ 2 കഥാപാത്രങ്ങൾ, ഒരാൾ എ, ഒരാൾ ബി. എ 45 ദിവസം കൊണ്ട് തീർക്കുന്ന അതേ ജോലി നമ്മുടെ ബി 30 ദിവസം കൊണ്ട് തീർക്കും. ശരിയല്ലേ? അത് ഓൾറെഡി ചോദ്യത്തിലുണ്ട്. ഓക്കെ. ബി അല്ലേ തുടങ്ങിയത്? 12 ദിവസം കഴിഞ്ഞ് ബി നിർത്തിപ്പോയെങ്കിൽ ബിക്ക് 18 ദിവസം ചെയ്യാനുള്ള ജോലി ബാക്കിയില്ലേ? അപ്പൊ ബി 18 ദിവസം എടുത്ത് തീർക്കേണ്ടിയിരുന്ന ജോലി എ എത്ര ദിവസം കൊണ്ട് തീർത്തു എന്ന് നോക്കിയ ഉത്തരവായില്ലേ? അപ്പൊ എ 45 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി 30 ദിവസം കൊണ്ട് തീർക്കും. ആണോ? ബി 12 ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയി. അപ്പൊ ബിക്ക് ഇനി 18 ദിവസം ചെയ്യാനുള്ള ജോലിയുണ്ട്. അപ്പൊ ബി 18 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലി എ എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് നോക്കി ഉത്തരവായി. ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആണോ? 45 × 18 / 30 എന്ന് വരും അല്ലേ? 15 വെച്ച് വെട്ടിക്കളയുവാണെങ്കിൽ ഇത് 2 തവണ, 15 വെച്ച് വെട്ടുമ്പം ഇത് 3 തവണ, ഈ 2ഉം 18ഉം വെട്ടുമ്പോൾ 9, 9 3 27 ദിവസം എന്ന് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് മെത്തേഡ്. കണ്ടോ? ഫസ്റ്റ് മെത്തേഡും സെക്കൻഡ് മെത്തേഡും ചെയ്യാം. ഒരു ചോദ്യം ഇവിടെ നോക്കാം. രാജു ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ രാജു ഒരു ജോലി 30 ദിവസം കൊണ്ട് തീർക്കും. രാജുവിന് 30 ദിവസം വേണം. മനു അതേ ജോലി, മനു അതേ ജോലി 25 ദിവസം കൊണ്ട് തീർക്കും. ഇനി ജോലി തുടങ്ങിയ ആള് മനു ആണ്. ജോലി തുടങ്ങി 10 ദിവസം കഴിഞ്ഞ് അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി രാജു എത്ര ദിവസം കൊണ്ട് തീർക്കും? നമ്മുടെ എഫിഷ്യൻസി മെത്തേഡാ ചെയ്യുന്നതെങ്കിൽ LCM 150 ആണ്. എഫിഷ്യൻസി 150/35, 150/25 6 ആണോ? തുടങ്ങിയ ആള് മനു അല്ലേ? മനു 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 10 × 6 ആണ്. ആണോ? 60 ജോലിയാണ്.
ബാലൻസ് അവിടെ ഉള്ളത് 150 മൈനസ് 60 90 ജോലിയാണ്. 90 ജോലി തീർക്കേണ്ട ആള് ഇനി രാജുവാണ്. കാരണം മനു പോയി. 90 ജോലി തീർക്കാൻ രാജുവിന് വേണ്ട സമയം 90/5. രാജുവിന്റെ എഫിഷ്യൻസി 5ആണ്. രാജു ഒരു ദിവസം കൊണ്ട് 5 ജോലി തീർക്കുന്നയാളാണ്. 90 ജോലി തീർക്കാൻ വേണ്ട സമയം 90/5, അതായത് 18 ദിവസം എന്ന് കിട്ടും അല്ലെ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, 18 ദിവസം. ഇത് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡിലേക്ക് വരുമ്പോൾ മനു ഉണ്ട്, രാജു ഉണ്ട്, മനു ഉണ്ട്. ആണോ? രാജു 30 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി നമ്മുടെ മനു 25 ദിവസം കൊണ്ട് തീർക്കും എന്ന് നമുക്കറിയാം. ആണോ? രാജു 30 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി നമ്മുടെ മനു 25 ദിവസം കൊണ്ട് തീർക്കും. മനു 10 ദിവസം കഴിഞ്ഞിട്ടല്ലേ ജോലി അവസാനിപ്പിച്ചു പോയേ. അപ്പൊ മനുവിന് 15 ദിവസം കൂടെ ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ടായിരുന്നു. അത് തീർക്കാൻ നമ്മുടെ രാജുവിന് വേണ്ടി വരുന്ന സമയം ഇങ്ങനെ എഴുതുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ആണോ? 30 × 15 ഡിവൈഡഡ് ബൈ 25 നമുക്ക് ഉത്തരവായിട്ട് കിട്ടും. 5 വെച്ച് വെട്ടിക്കളഞ്ഞാൽ ഇത് 5 തവണ, ഇത് 3 തവണ. 5ഉം 30ഉം വെട്ടിക്കളഞ്ഞാൽ 6, 6 3 18 ദിവസം എന്ന് ആൻസർ കിട്ടിക്കോളും. ഈ 5ാമത്തെ ടൈപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. 6ാമത്തെ ടൈപ്പ് പഠിക്കാം. എ ഒരു ജോലി 25 ദിവസം കൊണ്ടും ബി അതേ ജോലി 20 ദിവസം കൊണ്ടും തീർക്കും. അവർ ഒരുമിച്ച് 5 ദിവസങ്ങൾ ജോലി ചെയ്തതിന് ശേഷം എ അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും? കണ്ടോ? അവർ ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തതിന് ശേഷം. ടൈപ്പ് 5ഉമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. ടൈപ്പ് 5ല് ഒരാളാണ് ജോലി ചെയ്യാൻ തുടങ്ങുന്നത്, എന്നിട്ട് അയാൾ നിർത്തിപ്പോയി അടുത്തയാൾ വരുന്നു, അങ്ങനെയല്ലേ? ഇവിടെ ഒരുമിച്ചാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്, എന്നിട്ട് ഒരാൾ നിർത്തിപ്പോയി എന്ന് പറയും. അതാണ് ടൈപ്പ് 5ഉമായിട്ട് ടൈപ്പ് 6നുള്ള വ്യത്യാസം. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ LCM മെത്തേഡ്. മക്കളെ, എ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? 25 ദിവസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി അതേ ജോലി തീർക്കാൻ 20 ദിവസം എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അവർ ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തതിന് ശേഷമേ അവസാനിപ്പിച്ചു. അപ്പൊ നമുക്ക് ആദ്യം LCM കാണാമല്ലോ. ആകെ ജോലി, ഇതിന്റെ രണ്ടിന്റെ LCM 100 ആണ്. ആകെ ജോലി LCM ആയിട്ടുള്ള 100. ഇത് ടോട്ടൽ വർക്കാണ്, ആകെ ജോലിയാണ്. എഫിഷ്യൻസി 100/25 4 എന്നും 100/20 5 എന്നും എടുക്കാം. ആണോ? അപ്പൊ എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 5. എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 5. ഇനി എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എത്രയാ മക്കളെ? ഇവിടെ എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയാ? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 5ഉം 4ഉം 9 ആണ് എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 9 എന്ന് പറഞ്ഞാൽ എയും ബിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 9 ജോലി വരെ തീരും. എയുടെ 4 ബിയുടെ 5 അപ്പൊ രണ്ടുപേരും ചേർന്ന ഒരു ദിവസം 9 ജോലി വെച്ച് തീരും. ഓക്കെ, ഇനി ബാക്കി ചോദ്യത്തിൽ പറഞ്ഞേക്കുന്ന കാര്യം നോക്കാം. അവർ ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നേ. മക്കളെ, എയും ബിയും ഒരുമിച്ച് 5 ദിവസം ജോലി ചെയ്താൽ 5 × 9 45 ജോലി അവര് ഒരുമിച്ച് ചെയ്ത് തീർത്തു എന്നല്ലേ അർത്ഥം. എ ഒരു ദിവസം, എയും ബിയും ചേർന്ന് ഒരു ദിവസം 9 ജോലി തീർക്കും. അവർ 5 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പൊ 9 × 5 45 ജോലി അവർ ഒരുമിച്ച് ചെയ്ത് തീർത്താണെന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ അവിടെ ബാലൻസ് എത്ര ജോലിയുണ്ട്? ബാലൻസ് എത്ര ജോലി ഉണ്ടെന്ന് അറിയാൻ 100 ൽ നിന്ന് 45 കുറച്ചാൽ മതി. അതായത് ബാലൻസ് അവിടെ 55 ജോലിയുണ്ട്. ശരിയാണോ? ഈ 55 ജോലി തീർക്കേണ്ട ആള് ആരാ? അതായത് എ അവസാനിപ്പിച്ചു പോയെന്നാ പറഞ്ഞേക്കുന്നത്. ഈ ബാലൻസ് ജോലി തീർക്കേണ്ട ആള് ബിയാ. ആണോ? ബി ഒരു ദിവസം 5 ജോലി തീർക്കാൻ കഴിവുള്ള ആളാണ്. അപ്പൊ ബാലൻസ് ഉള്ള 55 ജോലി തീർക്കാൻ ബിക്ക് വേണ്ട സമയം 55/5, അതായത് 11 ദിവസം എന്ന് ആൻസർ കിട്ടും. അപ്പം എഫിഷ്യൻസി മെത്തേഡാണ് ഈ കണക്ക് ചെയ്യാൻ ഏറ്റവും സ്യൂട്ട്. സെക്കൻഡ് മെത്തേഡ്
അത്ര എളുപ്പമല്ല ചെയ്യാമെങ്കിലും അത് കുറച്ചുകൂടെ ലെങ്തി ആകും. നമ്മൾ ടൈപ്പ് 5-ൽ 2 മെത്തേഡ് പഠിച്ചില്ല. അതിൽ രണ്ടാമത്തെ മെത്തേഡ് ഇങ്ങനെ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എഫിഷ്യൻസി മെത്തേഡ് തന്നെയാണ് ഇതിൽ നല്ലതായിട്ട് ചെയ്യാവുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ. എ 25 ദിവസം കൊണ്ട് ജോലി തീർക്കും, ബി 20 ദിവസം കൊണ്ട്. ആകെ ജോലി 100. എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 5. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 9. രണ്ടുപേരും ചേർന്ന ഒരു ദിവസം 9 ജോലി തീരും. അവർ 5 ദിവസം ഒരുമിച്ച് ജോലി ചെയ്തു. അപ്പോൾ 9×5 45 ജോലി ഒരുമിച്ച് തീർത്തു. ബാലൻസ് 100/45 55 ജോലിയുണ്ട്. ഈ 55 ജോലി തീർക്കേണ്ട ആളാരാ? 55 ജോലി തീർക്കേണ്ട ആള് ബി. കാരണം എ പോയി. ബിയുടെ എഫിഷ്യൻസി 5. ബി ഒരു ദിവസം 5 ജോലി തീർക്കുന്ന ആളാ. 55 ജോലി തീർക്കാൻ 55/5 11 ദിവസം വേണ്ടി വരുന്നു കിട്ടും. നല്ല ക്ലിയർ അല്ലേ മക്കളെ? മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. എ ഒരു ജോലി 50 ദിവസം കൊണ്ട് തീർക്കും. അപ്പൊ എ ഒരു ജോലി 50 ദിവസം കൊണ്ട് തീർക്കുന്നയാളാ. ബി അതേ ജോലി തീർക്കാൻ 40 ദിവസം എടുക്കും. ബി അതേ ജോലി തീർക്കാൻ 40 ദിവസം എടുക്കും. ഓക്കെ, അവർ ഒരുമിച്ച് 10 ദിവസം ജോലി ചെയ്തു എങ്കിൽ എ അവസാനിപ്പിച്ചു. ബാക്കിയുള്ള ജോലി ബി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ക്വസ്റ്റിനെ. ആകെ ജോലി LCM 200 ആണ് മക്കളെ. LCM ആകെ ജോലി 200 ആണ്. അപ്പൊ ഇവിടെ ടോട്ടൽ വർക്ക് ആകെ ജോലി 200 എന്ന് കിട്ടും. എയുടെ എഫിഷ്യൻസി 200/50 4, ബിയുടെ എഫിഷ്യൻസി 200/45. എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 5 അല്ലേ? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി മുമ്പത്തേതുപോലെ തന്നെ 9 എന്ന് കിട്ടും. എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി നോട്ട് വൃത്തിയായിട്ട് എഴുതിക്കോണേ 9. അതിന്റെ അർത്ഥം എന്താ? എയും ബിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 9 ജോലി തീരും. അവർ ഒരുമിച്ച് 10 ദിവസം ജോലി ചെയ്തു എന്നല്ലേ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നേ. അപ്പൊ 10 ദിവസം കൊണ്ട് അവർ തീർക്കുന്നത് 10 × 9 90 ജോലിയാണ്. ആണോ മക്കളെ? 90 ജോലി. അങ്ങനെയാണെങ്കിൽ അവിടെ ബാലൻസ് എത്ര ജോലിയുണ്ട്? 200 - 90 എന്ന് വരും. ബാലൻസ് അവിടെ 110 ജോലിയുണ്ട് അല്ലേ? ഈ 110 ജോലി തീർക്കേണ്ട ആളാരാ? എ അവസാനിപ്പിച്ചു പോയി, ബി ആണ്. ബി ഒരു ദിവസം 5 ജോലി തീർക്കുന്ന ആളാണ്. 110 ജോലി തീർക്കാൻ 110/5, അതായത് 22 ദിവസം വേണ്ടി വരും ബിക്ക്. 110 ജോലി തീർക്കാൻ ബിക്ക് 22 ദിവസം വേണ്ടി വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 22 ദിവസം എന്ന് ഉത്തരം കിട്ടും. ചെയ്തത് നല്ല ക്ലിയർ ആൻഡ് പക്ക ആണോ? ആണ്, സംശയമൊന്നുമില്ലല്ലോ. ആണ്. അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോവാം. നമുക്ക് ചെറിയൊരു മാറ്റമുള്ള 3 പേരുടെ ചോദ്യം ചെയ്യാം. എ ഒരു ജോലി, എ ബി സി ഇവർക്ക് ഒരു ജോലി യഥാക്രമം 12, 15, 20 ദിവസങ്ങൾ കൊണ്ട് തീർക്കാൻ കഴിയും. അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ സി അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി തീർക്കാൻ വേണ്ട സമയം എത്ര? അപ്പൊ എ ബി സി ഇവർക്ക് ഒരു ജോലി യഥാക്രമം 12, 15, 20 ദിവസം കൊണ്ട് തീർക്കാൻ കഴിയും. അവർ ഒരുമിച്ച് ഒരു ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ സി അവസാനിപ്പിച്ചു എങ്കിൽ ബാക്കിയുള്ള ജോലി തീർക്കാൻ വേണ്ട സമയം എത്ര? ചോദ്യം കണ്ടല്ലോ, വ്യക്തമാണല്ലോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്തേക്കാം. ആരൊക്കെയുണ്ട്? 3 പേരുണ്ടല്ലേ. എ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? എ 12 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാണ്. ബി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ബി 15 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാണ്. സി എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? സി 20 ദിവസം കൊണ്ട് ജോലി തീർക്കുന്നയാളാണ്. ഈ 3 സംഖ്യകളുടെ LCM എടുക്കുന്നതാണ് ആകെ ജോലി എന്ന് പറയുന്നത്. അത് 60 ആണ്. ആകെ ജോലി 60 എന്ന് കിട്ടും. ടോട്ടൽ വർക്ക് ആകെ ജോലി നമുക്ക് 60 എന്ന് കിട്ടും. ഇനി എയുടെ എഫിഷ്യൻസി കാണാൻ 60/12 ചെയ്യണം 5, ബിയുടെ എഫിഷ്യൻസി കാണാൻ 60/15 ചെയ്യണം 4, സിയുടെ എഫിഷ്യൻസി കാണാൻ 60/20 ചെയ്യണം 3 അല്ലേ? എല്ലാവരുടെയും എഫിഷ്യൻസി കിട്ടി. അതിൽ നിന്ന് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി കാണാൻ നമുക്ക് 5, 4, 9, 3, 12 എന്ന് കിട്ടും. ആണോ? എയുടെ 5, ബിയുടെ 4, സിയുടെ 3. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 12 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 12 ആണെങ്കിൽ
എയും ബിയും സിയും ചേർന്നാൽ ഒരു ദിവസം കൊണ്ട് 12 ജോലി തീരും എന്നർത്ഥം. ഓക്കെ, അവർ ഒരുമിച്ച് ജോലി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ സി അവസാനിപ്പിച്ചു എന്നല്ലേ മക്കളെ? അപ്പൊ 2 ദിവസം അവർ ഒരുമിച്ചല്ലേ ജോലി ചെയ്തത്? അപ്പൊ 2 ദിവസം കൊണ്ട് നമ്മുടെ എയും ബിയും സിയും ചേർന്ന് എത്ര ജോലി തീർക്കും എന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ 2 ഇൻറ്റു അവരുടെ എഫിഷ്യൻസി 12 ആണ്. 24 ജോലി അവര് 2 ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. 24 ജോലി അവർ 2 ദിവസം കൊണ്ട് തീർക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ബാലൻസ് എത്ര ജോലിയുണ്ട്? 60 മൈനസ് 24 അല്ലേ? അതായത് 36 ജോലിയുണ്ട്. 36 ജോലി ബാലൻസ് ഉണ്ട് അല്ലേ? ഈ 36 ജോലി ഇനി തീർക്കേണ്ടത് ആരാ ഇതിൽ നിന്ന് പോയത്? സി അവസാനിപ്പിച്ച് അല്ലേ? അപ്പൊ എയും ബിയും ഉണ്ട്. അപ്പൊ എയ്ക്കും ബിക്കും കൂടെ ബാലൻസ് ഉള്ള 36 ജോലി തീർക്കാൻ വേണ്ട സമയം എയുടെയും ബിയുടെയും കൂടി എഫിഷ്യൻസി 9 അല്ലേ? ആണ്. 36 ജോലി തീർക്കാൻ വേണ്ട സമയം 36/9 4 ദിവസം എന്ന് ഈ ചോദ്യത്തിന്റെ ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ചെയ്ത ഒരു ടെക്നിക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? അതായത് ഒന്നുകൂടെ പറയട്ടെ, 3 പേര് കഥാപാത്രങ്ങൾ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 12 ദിവസം, 15 ദിവസം, 20 ദിവസം യഥാക്രമം വേണം. ആകെ ജോലി 60. എയുടെ 5 എഫിഷ്യൻസി, ബിയുടെ 4, സിയുടെ 3. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എല്ലാം കൂട്ടുന്ന 12. ഇവർ ഒരുമിച്ച് 2 ദിവസം ജോലി ചെയ്തു. അപ്പം ഒരു ദിവസം ഇവർ 12 ജോലി തീർക്കുമെങ്കിൽ 2 ദിവസം കൊണ്ട് 24 ജോലി തീർത്തു. ബാലൻസ് 60 മൈനസ് 24 36 ജോലിയുണ്ട്. 36 ജോലി തീർക്കേണ്ടത് എയും ബിയും ചേർന്ന, കാരണം സി പോയി. എയുടെയും ബിയുടെയും കൂടെ എഫിഷ്യൻസി 9. എയും ബി ഒരു ദിവസം 9 ജോലി തീർക്കും. 36 ജോലി തീർക്കാൻ 36/9 4 ദിവസം ആൻസർ കിട്ടും. വ്യക്തമല്ലേ? അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ. അപ്പൊ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ നമ്മൾ 3, 4, 5, 6 ടൈപ്പ്, അതായത് ആകെ 4 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു കഴിയും അല്ലേ? 3ാമത്തെ ടൈപ്പ് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. 3, 4, 5, 6. അപ്പം അതിൽ കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് നോട്ട് എഴുതണേ മക്കളെ. മാത്സിന്റെ പ്രത്യേകത എന്താണെന്ന് എപ്പോഴും നിങ്ങൾ ഓർത്തിരുന്നോണം. മാത്സ് എന്ന സബ്ജക്റ്റിന് ഒരിക്കലും അപ്ഡേഷൻ ഇല്ല. ലൈഫ് ടൈമിൽ ഒറ്റത്തവണ നല്ല ഒരു നോട്ട് തയ്യാറാക്കിയാൽ എല്ലാ പരീക്ഷകൾക്കും എടുത്ത് പ്രയോഗിക്കാം. ഒരു അപ്ഡേഷനും വരുത്തണ്ട. അപ്പം ആദ്യം തയ്യാറാക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് നോട്ട് തയ്യാറാക്കണം. പറഞ്ഞ് മനസ്സിലായോ മക്കളെ? അപ്പൊ എന്താ മെച്ചം? പിന്നെ അത് തന്നെ എല്ലാ പരീക്ഷകൾക്കും റിവിഷൻ ചെയ്താൽ മതി. നമ്മൾ ഈ ടൈപ്പ് 1, 2, 3 തിരിച്ച് പഠിക്കുമ്പോൾ ഗുണം എന്താ? നമുക്ക് ഓരോ ചോദ്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരും. ഇനി ഇത് റിവിഷൻ ചെയ്യണം, എഴുതി വെച്ചാൽ മാത്രം പോരാ. റിവിഷൻ ചെയ്യുമ്പോൾ വായിച്ച് റിവിഷൻ ചെയ്താലും മതി. അത് റിവിഷൻ തന്നെയാ. എപ്പോഴും മാത്സ് ചെയ്ത് തന്നെ റിവിഷൻ ചെയ്യണം നിർബന്ധമില്ല. കാരണം ചോദ്യം പരിചയം ഉണ്ടാകുക എന്നുള്ള ഒരു ടൈപ്പ് വാദിക്കുക, ചോദ്യം മനസ്സിലാക്കുക, ചെയ്യുന്ന രീതി നോക്കുക, അത് റിവിഷനാണ്. ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ നല്ലത് എന്ന് മാത്രം. വായിച്ച് നോക്കിയാലും മതി. ആ ചോദ്യമായിട്ട് പരിചയം ഉണ്ടാകുക. എക്സാമിന് ഒരു ചോദ്യം കാണുമ്പോൾ ഇത് ടൈം ആൻഡ് വർക്കിൽ ഇന്ന ടൈപ്പാണെന്ന് തിരിച്ചറിയാൻ പറ്റാൻ അത് വായിച്ച് റിവിഷൻ ചെയ്താലും മതി. അപ്പൊ നമുക്ക് എന്തായാലും 3ാമത്തെ പാർട്ട് വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.